ഓക്കെ, മൈക്ക് പിടിച്ചു. ഇതെടുത്തു. അത് എന്നെ കാണിക്കരുത്, ഒരു കാരണവശാലും എന്നെ കാണിക്കരുത്. ആൻഡ് ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യം ഇത്ര മാത്രമാണ്. എൻ്റെ വീട്ടിൽ ഞാനൊരു മെൻ്റലിസ്റ്റാണ്, മജീഷ്യനാണ്, ഒക്കെ ഓക്കെയാണ്. പക്ഷേ എൻ്റെ വീടെന്ന് പറയുന്നത് ഒരു അത്ലറ്റിക് ഫാമിലിയാണ്. എൻ്റെ സഹോദരി ഒരു നാഷണൽ ലെവലിലൊക്കെ റെക്കോർഡാണ്. എൻ്റെ അച്ഛൻ ഇത് കണക്ക് അദ്ദേഹത്തിൻ്റെ കോളേജ് ലൈഫ് പഠിക്കുന്ന സമയത്ത് നാഷണൽ ലെവലിൽ റെക്കോർഡുണ്ട്. അത് പക്ഷേ ഇത് ഇപ്പോഴും ബ്രേക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ വന്നത് ആർട്ടിലേക്കാണ്. പക്ഷേ എടുത്ത് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലൊരു കലാകാരിയുണ്ട്, വേറെ ആരുമല്ല, എൻ്റെ അമ്മച്ചിയാണ്. ഞാൻ ജസ്റ്റ് ആ പാട്ട് ഏതാണെന്ന് മനസ്സിലായോ? വരി വായിച്ച് നോക്കിയിട്ട് എന്നെ കാണിക്കരുത് കേട്ടോ, ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല. ഫാദർ ഓക്കെ ആണോ? ഓക്കെ. ആൻഡ് വായിച്ചു. ഏത് പാട്ടാണെന്ന് മനസ്സിലായി, പറയണ്ട. ഞാൻ ജസ്റ്റ് ചെയ്യുന്ന ഇത്ര മാത്രമാണ്. നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് എൻ്റെ അമ്മയെ ഞാനൊന്ന് വിളിക്കുകയാണ്. ബാക്കി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നന്നായിട്ട് നിങ്ങൾ ആസ്വദിച്ച് കാണുക. മനസ്സുകൊണ്ട് പാടുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. മനസ്സുകൊണ്ട് പാടുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. ഓക്കെ, അമ്മച്ചി ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ കേട്ടോ. ഇതങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ. ഹലോ. അമ്മ ഞാനിവിടെ അഞ്ചല് പ്രോഗ്രാമിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു പെർഫോമൻസിൻ്റെ ഭാഗമായിട്ട് അമ്മ ഞാൻ വിളിച്ചതാണ്. സംഭവം വേറെ ഒന്നുമല്ല. അമ്മ മനസ്സിൽ ഇഷ്ടം സംഭവം എന്താ വീട്ടിൽ വരുമ്പോൾ പറയാം. ഇപ്പം അമ്മ ഇത്രയും ചെയ്താൽ മതി. അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഏതെങ്കിലും ഒരു പാട്ട്, ഇത് തെറ്റാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. ഓക്കെ, അമ്മയ്ക്ക് മനസ്സിൽ വരുന്ന പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഇഷ്ടമുള്ളൊരു മലയാളം പാട്ട് ഞാൻ പറയുന്ന സമയത്ത് റെഡി 1 2 3 എന്ന് പറയുന്ന സമയത്ത് അമ്മയൊന്ന് പാടണം. ഒരു നിമിഷം ഞാൻ പറയാം, എന്നിട്ടേ പാടാവുള്ളേ. അയ്യപ്പൻ ചെയ്യേണ്ടത് എന്തെന്നാൽ പാട്ട് ശരിയാണ് എന്നുണ്ടെങ്കിൽ ഓഡിയൻസിന് മനസ്സിലാവേണ്ടേ. അയ്യപ്പൻ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. കൈകൾ ഉയർത്തി അടിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ദാ ഈ മൈക്ക് ഓണാണ്, മൈക്കിനകത്തോട് തന്നെ തെറ്റാണെന്ന് പറയാം. ഓക്കെ, അമ്മ പാടാമോ? അമ്മച്ചേ പറഞ്ഞോ. ഓക്കെ, ഞാൻ കൗണ്ട് ചെയ്യാണ്. 1 2 and 3. ഇഷ്ടമുള്ള പാട്ട് പാട്. തുമ്പിവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായുഞ്ഞാലിടാം ആകാശ പൊന്നാന നിലകളിൽ ആയത്തിൽ. അമ്മ ഓക്കെയാണ്. ഇതിൻ്റെ ഗിഫ്റ്റ് ഞാൻ വീട്ടിലെത്തിച്ചേക്കാം. ബാക്കി ഡീറ്റെയിൽഡ് കഥയൊക്കെ അവിടെ വന്നിട്ട് പറയാം. താങ്ക് യു സോ മച്ച്. ആൻഡ് അയ്യപ്പ, 1000 സന്തോഷം. അയ്യപ്പൻ്റെ ഇമാജിനേഷൻ അത്രത്തോളം വർക്കൗട്ട് ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഒരു എഫക്റ്റ് പൂർണ്ണമാക്കാൻ സാധിച്ചത്. അപ്പോൾ അയ്യപ്പൻ പോകാൻ വരട്ടെ, ഒരു എഫക്റ്റ് കൂടി അയ്യപ്പനെ കൊണ്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. വെയിറ്റ് ആൻഡ് സീ. അയ്യപ്പൻ നമ്മുടെ നാട് വിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടോ? അയ്യപ്പൻ വേറെ എവിടെയൊക്കെ പോയിട്ടുണ്ട്? മീൻസ് നമ്മുടെ കേരളത്തിന് പുറത്തേക്ക്, അല്ലെങ്കിൽ രാജ്യം വിട്ട് പോയിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരത്തേക്ക് രാജ്യം വിട്ടൊന്ന് പുറത്തേക്ക് പോയാലോ? ചുമ്മാ അത് ജസ്റ്റ് ആൻ ഇമാജിനേഷൻ. അതിന് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തി ഇത്ര മാത്രമാണ്. അയ്യപ്പ അയ്യപ്പൻ എൻ്റെ അടുത്തേക്ക് വരിക. വന്നതിന് ശേഷം ഞാൻ ഇത്ര മാത്രമാണ്. എൻ്റെ കയ്യിൽ ഓഡിയൻസിനെ ഒപ്പം അയ്യപ്പനെ കൂടെ ഞാൻ കാണിക്കുകയാണ്. എൻ്റെ കയ്യിൽ 8 കാർഡ്സ് ഉണ്ട്. കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൽ ഓരോ കാർഡ്സിലും 8 രാജ്യങ്ങളുടെ പേരും ആ രാജ്യത്തിൻ്റെ പേരിന് തൊട്ട് മുകളിലായിട്ട് ആ രാജ്യത്തിൻ്റെ ഫ്ലാഗും ഉണ്ട്. ഓഡിയൻസിന് കാര്യം ക്ലിയർ ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു. ഓരോ രാജ്യവും വ്യത്യസ്തമാണ് ഓരോ കാർഡ് എടുക്കുന്ന സമയത്തും. അങ്ങനെ 8 രാജ്യങ്ങൾ. ഓക്കെ, ഇതിനകത്ത് അയ്യപ്പൻ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഈ 8 എണ്ണം ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിലൊന്ന് ഫാൻ ചെയ്യുകയാണ്. ഫാൻ ചെയ്ത് പിടിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരെണ്ണത്തിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാം. മാറ്റണോ? അതാണോ സെലക്ട് ചെയ്തത്? ഉറപ്പാണ്? ഓക്കെ, എടുത്തോ. ആ കാർഡ് എടുത്തോ. ഇവിടെ സ്വിച്ചിങ് ഒന്നുമില്ല. ആൻഡ് അയ്യപ്പ, ഞാൻ ആ കാർഡിലേക്കൊന്നും ഞാൻ നോക്കുന്നില്ല. അയ്യപ്പൻ്റെ കയ്യിലിരിക്കുന്ന കാർഡിൽ ഇപ്പോൾ 8 രാജ്യങ്ങളുണ്ട്. അതേ കണക്ക് തന്നെ ആ പേരുടെ തൊട്ട് മുകളിലായിട്ട് ആ രാജ്യങ്ങളുടെ ഫ്ലാഗും ഉണ്ട് അല്ലേ? അപ്പോൾ അയ്യപ്പൻ ചെയ്യേണ്ടത് അതിൽ ഏതെങ്കിലും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരേ ഒരു രാജ്യം അയ്യപ്പൻ സെലക്ട് ചെയ്യുക.
ഒരേ ഒരെണ്ണം മാത്രം. ആ പേര് കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക, അതിൻ്റെ ഫ്ലാഗ് കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. ഓക്കെയാണോ? ഓക്കെ. ഓക്കെയാണ്. അങ്ങനെയെന്നുണ്ടെങ്കിൽ അയ്യപ്പ ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ആ കാർഡങ്ങ് വെച്ചേരെ, ഇടയിലേക്ക് എവിടെയെങ്കിലും കാർഡ് വെച്ചേരെ. ഓക്കെ, ഓഡിയൻസിൻ്റെ കാര്യം ക്ലിയർ ആയി. ഇതിനകത്ത് പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞു ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ആൻഡ് അയ്യപ്പൻ അടുത്തേക്ക് വരാം. അയ്യപ്പൻ്റെ മനസ്സിലിപ്പോൾ ഒരു രാജ്യമുണ്ട്. ആ രാജ്യം അയ്യപ്പൻ്റെ മനസ്സിലേക്ക്, ആ രാജ്യത്തിൻ്റെ പേരും അയ്യപ്പൻ്റെ മനസ്സിലേക്ക് 1 by 1 ആയിട്ട് ഇങ്ങനെ തെളിഞ്ഞു വരുന്നതായിട്ടൊന്ന് ഇമാജിൻ ചെയ്യുക. ഓക്കെ, അയ്യപ്പൻ ഏറെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണോ അത്? അതോ എന്നെ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടി അയ്യപ്പൻ എന്തെങ്കിലും രീതിയിൽ തിരഞ്ഞു മാറ്റിയതായിരിക്കും സാധ്യത? ഒരു അവസരം കിട്ടിയാൽ പോവാം. ഒരു അവസരം കിട്ടിയാൽ പോകണമെന്ന് ആഗ്രഹമുള്ളതാണ്. ഓക്കെ, എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും രാജ്യമാണോ? അതിൻ്റെ എന്ത് സ്പെഷ്യാലിറ്റി എന്ന് പറയണ്ട. ഓക്കെ, സ്പെഷ്യലാണോ? ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ജസ്റ്റ് A to Z കൗണ്ട് ചെയ്യാണ്. ഞാനല്ല, അയ്യപ്പൻ കൗണ്ട് ചെയ്യണം വളരെ സ്പീഡിൽ. ആ മനസ്സിൽ ആ രാജ്യത്തിൻ്റെ പേര് മനസ്സിൽ ഇമാജിൻ ചെയ്തുകൊണ്ട് A to Z കൗണ്ട് ചെയ്തേ, പെട്ടെന്ന് സ്പീഡ് സ്പീഡ് സ്പീഡ്. A to Z വരുന്ന കൗണ്ട് ചെയ്യുക, ആ പേര് മനസ്സിലോട്ട് വിചാരിച്ചുകൊണ്ട് പെട്ടെന്ന്. ABCDEFGHIJKLMNO. One second. Repeat. ABCDEFGHIJKLMNOPQRSTUVWXYZ. ഓക്കെ, അതിൻ്റെ സെക്കൻഡ് ആൽഫബറ്റ് മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ട് A to Z കൗണ്ട് ചെയ്തേ. ABCDEFGHIJKLMNOPQRSTUVWXYZ. അയ്യപ്പൻ അത്യാവശ്യം നമ്മളെ ഒന്ന് കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അയ്യപ്പ 1 second ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്യാം, മറ്റൊരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും പെർഫോം ചെയ്യാൻ വേണ്ടി വന്ന രീതി ഞാനങ്ങ് മാറ്റി. ഇത്ര മാത്രമാണ് അയ്യപ്പൻ ചെയ്യേണ്ടത്. ഇതാ സെയിം കാർഡ് തന്നെയാണ്. എടുത്തതിന് ശേഷം അയ്യപ്പനെ 1 by 1 ആയിട്ട് ഞാനൊന്ന് കാണിക്കുന്ന സമയത്ത് ആ കാർഡിൽ ആ രാജ്യമുണ്ട് എന്നുണ്ട്. അതായത് 8 എണ്ണമാണ് ഇതിനകത്തുള്ളത്. ആ 8 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ആകാം, അയ്യപ്പനെ ഞാൻ നോക്കത്തില്ല. പക്ഷേ ആ കാർഡിൽ അയ്യപ്പൻ വിചാരിച്ച രാജ്യത്തിൻ്റെ പേരും ആ ഫ്ലാഗും ഉണ്ട് എന്നുണ്ടെങ്കിൽ എസ് എന്ന് പറയുക. ഓക്കെ ആണോ? ഓക്കെ. ഇതിലുണ്ടോ? ഇല്ല. ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല. ഇതിലുണ്ടോ? ഇല്ല. അയ്യപ്പനെ നോക്കിക്കഴിഞ്ഞാൽ അയ്യപ്പൻ എങ്ങോട്ടാണ് നോക്കുന്നതെന്ന് എനിക്ക് കണ്ടിട്ട് തെറ്റിദ്ധാരണ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. ആൻഡ് ഫൈനലി ഇല്ല. എന്നാടോ ഇതിനകത്ത് ഒന്നിനകത്തില്ലാത്തയാണോ? ഇല്ല. ആൻഡ് ഇല്ല. ഇതിൽ ഇല്ല. ഉണ്ടോ? ഒന്നുകൂടെ നോക്കേ. ഇല്ല. ഇതിൽ ഇല്ല. 8 എണ്ണം ആവാറായോ ചേട്ടാ? ഇതിലുണ്ടോ? അതിലുണ്ട്. ഞാൻ ഉറപ്പാണ്. അപ്പോൾ അയ്യപ്പൻ്റെ മുഖത്തേക്ക് ഞാൻ നോക്കുന്നില്ല. ശേഷം അയ്യപ്പനെ ഓപ്പോസിറ്റായിട്ട് തിരിഞ്ഞ് നിന്നിട്ട് ഞാൻ ഈ കാർഡിലേക്ക് ഒന്ന് നോക്കുകയാണ്. കാർഡിലേക്ക് നോക്കിയതിന് ശേഷം ഇതിൽ ഏത് വേണമെങ്കിൽ അയ്യപ്പ സെലക്ട് ചെയ്യാനുള്ള സാധ്യതയുള്ള സംഭവമാണ്. പക്ഷേ അയ്യപ്പ ഇതൊരു വേറെ സ്റ്റൈലിലേക്ക് ഞാൻ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞതാണ്. സംഭവം വേറെ തന്നെയല്ല. അയ്യപ്പനോട് ഞാൻ ചോദിക്കുന്നു ഇത്ര മാത്രമാണ്, ലൈറ്റ് ഡിറ്റക്റ്റിംഗ്. നിങ്ങൾ മെന്റലിസം എന്ന് പറയുന്ന പെർഫോമൻസ് നിങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതെന്ന് പറയുന്നതും നമ്മുടെ സിനിമകളിലൂടെ, അല്ലെങ്കിൽ മലയാളം സിനിമയിൽ ആദ്യമായിട്ട് നിങ്ങൾ കണ്ടത് ജയസൂര്യ നായകനായിട്ടുള്ള പ്രേതം എന്ന് പറയുന്ന സിനിമയായിരിക്കും അല്ലേ? അതിന് ശേഷമാണ് നിങ്ങൾ പലരും അറിഞ്ഞു തുടങ്ങിയത്. കഴിഞ്ഞൊരു 15 കൊല്ലമായിട്ട് ഇതിൽ കുത്തിമറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ ഞാനിപ്പോൾ ഇത്ര മാത്രമാണ് ചെയ്യുന്നത്. ഇദ്ദേഹം പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുകയാണ്. ലൈറ്റ് ഡിറ്റക്റ്റിംഗ്. ഇതൊരു ലൈവ് ഡിറ്റക്റ്റിംഗ് ആണ്. ഞാൻ ഏത് രാജ്യത്തിൻ്റെ പേര് പറഞ്ഞാലും അയ്യപ്പൻ നോ എന്ന് മാത്രം പറയുക. അയ്യപ്പൻ്റെ മനസ്സിലിപ്പോൾ ഒരു രാജ്യമുണ്ട്, പക്ഷേ ഇവിടെ പറയുന്ന സമയത്ത് ഏത് രാജ്യമാണെന്നുണ്ടെങ്കിലും അയ്യപ്പൻ പറയുന്നത് എന്താ വെച്ചാൽ നോ. ഏതാണെങ്കിലും നോ പറയണം. ഇപ്പം ഞാനിപ്പം ചൈന എന്ന് പറഞ്ഞാലും US എന്ന് പറഞ്ഞാലും ഏത് രാജ്യത്തിൻ്റെ പേര് പറഞ്ഞാലും നോ എന്ന് മാത്രം പറയുക. ഓക്കെ, ആ നോ ഒരു റൈറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അയ്യപ്പൻ്റെ കൈ ഒന്ന് തരിക, എൻ്റെ കണ്ണുകളിലോട്ട് മാത്രം ഒന്ന് നോക്കുക. അയ്യപ്പ പറയട്ടെ. മംഗോളിയ നോ. പെട്ടെന്ന് സ്പീഡപ്പ് ആയിരിക്കും. ഫിൻലാൻഡ് നോ. ചൈന നോ. USA നോ. പോളണ്ട് നോ. ഈജിപ്റ്റ് നോ. സ്ലോവാക്യ നോ. തായ്വാൻ നോ. USA നോ. ഒരു പടയ്ക്ക് പോകുന്ന കഥയില്ല. അയ്യപ്പൻ്റെ കയ്യിലേക്ക് ഒരു ഇനി സത്യം പറയാം കേട്ടോ. ഞാൻ പറയുന്ന സമയത്ത് മാത്രം സത്യം പറയാം. എനിക്ക് ഏകദേശം സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ്. അടുത്തേക്ക് വരാം. അയ്യപ്പൻ്റെ കയ്യിലേക്ക് ഞാനൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്താൽ വെച്ച് തരികയാണ്. നോർമലി ഒരു ഫ്ലൈറ്റ് കയറണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വിസ വേണം, ശേഷം പാസ്പോർട്ട് വേണം. ആദ്യം വേണം പാസ്പോർട്ടാണ്, ശേഷം വിസ, ശേഷം കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് പോകാം. പക്ഷേ ഇവിടെ ടിക്കറ്റ് ഫ്രീ ആയിട്ട് കൊടുത്തു. ജസ്റ്റ് ആൻ ഇമാജിനേഷൻ. അപ്പോൾ കയ്യിൽ ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് വെച്ചുകൊണ്ട് അയ്യപ്പൻ ചെല്ലുകയാണ്. നേരെ നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ടിലോട്ട് ചെല്ലുകയാണ്. നോ സെക്യൂരിറ്റി, നോ റെസ്ട്രിക്ഷൻസ്, നോ ചെക്കിങ്. നേരെ നടന്നങ്ങ് ഫ്ലൈറ്റിന് അടുത്തോട്ട് ചെന്നു. അയ്യപ്പനെ കണ്ട സമയത്തെ ഓടി ഇറങ്ങി വന്നു പൈലറ്റ്.
ഹായ് അയ്യപ്പ എവിടെ പോകുന്നു ചോദിച്ചോണ്ട്. അപ്പോൾ അയ്യപ്പൻ രഹസ്യമായിട്ട് ചെവിയിൽ പറയാണ് എനിക്ക് ഇന്നടത്തോട്ടാണ് പോകാനുള്ളത്. അപ്പം അയ്യപ്പനെ വിശാലമായിട്ട് തന്നെ സ്വീകരിച്ച് അകത്തോട്ട് കൊണ്ടുപോയി. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാണ്. ജസ്റ്റ് ഇൻ സെക്കൻഡ്സ് അയ്യപ്പൻ എവിടെയാണോ എത്തിപ്പെടാൻ ആഗ്രഹിച്ചത്, അയ്യപ്പൻ്റെ മനസ്സിലുള്ള രാജ്യം എവിടെയാണോ ആ രാജ്യത്തേക്ക് അയ്യപ്പൻ എത്തിക്കഴിഞ്ഞു. ഓക്കെ, അപ്പം അയ്യപ്പ ദാ ദൂരോട്ട് നോക്കേ, ഫ്ലൈറ്റിൻ്റെ ഡോർ തുറക്കുകയാണ്. അപ്പോൾ ദൂരോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും ആ ബോർഡിൽ എഴുതി വെച്ചേക്കുന്ന ആ രാജ്യത്തിൻ്റെ പേര്. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ലോകത്തിൽ ഇന്നും കണ്ടുപിടിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഇന്നും അതെങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടതെന്ന് അറിയാൻ സാധിക്കാത്ത പിരമിഡുകളുടെ നാടായിട്ടുള്ള ഈജിപ്റ്റാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അവിടെ എഴുതി വെച്ചേക്കുന്നത്. ആണോ? അതെ. ഞാനൊന്ന് പേടിച്ചു കേട്ടോ, അനങ്ങാതെ നിന്നപ്പോൾ പണി. താങ്ക് യു സോ മച്ച് അയ്യപ്പാ, താങ്ക് യു സോ മച്ച്. എന്തായാലും ഇത്രയും നേരം എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് പറയരുത്. ഒരു കുഞ്ഞു മാജിക് കൂടെ കാണിച്ചിട്ട് ഫാദർ നമുക്ക് കൺക്ലൂഡ് ചെയ്യാമല്ലോ അല്ലേ? ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എഫക്റ്റിലേക്ക് ഞാൻ കിടക്കുകയാണ്. അതുകൂടി കഴിഞ്ഞിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു. ആൻഡ് അതിനുവേണ്ടി നിങ്ങളെ ഞാൻ പരിചയപ്പെടുന്ന ഇത്ര മാത്രമാണ്. ആൻഡ് എൻ്റെ കയ്യിൽ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നൊരു സംഭവമുണ്ട്. അതിനുള്ളിലേക്ക് ഒരു ബോളുണ്ട്. ഈ ബോളും വെച്ചിട്ട് എന്താണ് ചെയ്യാൻ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോളെ ആ ഫ്രോക്ക് ഇട്ടേക്കുന്ന മോളൊന്ന് ഓടി വരാമോ വേദിയിലോട്ട്? പെട്ടെന്ന് ഓടിയോ, പെട്ടെന്ന്. സമയം കുറവാണ്. എന്താണ് മോളുടെ പേര്? ഓക്കെ, ഹൃദ്യ. എന്നാ പേരപ്പം അത്. ഹൃദ്യ, ഇതിനുള്ളിലേക്ക് ചേട്ടൻ ഈ ബോളിനെ എടുത്തിടുകയാണ്. ഇട്ടതിന് ശേഷം അതിനൊരു ക്യാപ്പുണ്ട്. ആ ക്യാപ്പ് ഉപയോഗിച്ചുകൊണ്ട് ചേട്ടൻ അതിനെ അടച്ചു വെക്കുകയാണ്. ഓക്കെ, അടച്ചതിന് ശേഷം ഹൃദ്യയുടെ കയ്യിലേക്ക് ഇത് കണക്ക് തന്ന് ശേഷം ഇത് കണക്ക് മുറുക്കി അടച്ചു പിടിച്ചോണം. ഇനി ഞാൻ പറയാതെ തുറക്കരുത്. ഇങ്ങോട്ട് നോക്ക്, ഞാൻ പറയാതെ തുറക്കുവോ? ഞാൻ പറഞ്ഞതിന് ശേഷം തുറക്കാവുള്ളൂ. മുറുക്കി അടച്ചു പിടിക്കാം. കുറച്ച് ദൂരമൊക്കെ നിൽക്കാം. ഇനി ഹൃദയ ഞാൻ പറയുന്നതെല്ലാം കൃത്യമായിട്ട് കുറച്ചുകൂടി ദൂരമായിട്ട് നിൽക്കാം. ഓക്കെ, ഹൃദയ ഞാൻ പറയുന്നതെല്ലാം നന്നായിട്ട് അനുസരിക്കണം. ഹൃദയക്ക് അഭിനയിക്കാൻ അറിയാം? ഓക്കെ, അങ്ങനെ ആരെയും കിട്ടാറുള്ളതല്ല. ഹൃദയ ചെയ്യേണ്ടത് ഇത്ര മാത്രം. റെഡി, 1 2 3 എന്ന് പറയുന്ന സമയത്ത് ആ ബോള് എൻ്റെ അടുത്തേക്ക് ജസ്റ്റ് എറിയുന്നതായിട്ടൊന്ന് ആക്ട് ചെയ്യുക. 1 2 3 എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്തേക്ക് എറിയുന്നതായിട്ടൊന്ന് ആക്ട് ചെയ്യുക. ഒന്ന് ആക്ട് ചെയ്യാമോ? നമുക്കൊന്ന് ട്രൈ എടുക്കാം. ട്രയൽ 1 2 and 3. കൊടുക്കൊരു കേടി. ഇത് മറന്നുപോയി കേട്ടോ. എൻ്റെ കൈവശം വേറെ സാധനമുണ്ട്. ഒരു കേജാണ്. അതിനുള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ empty ആയിട്ടുള്ളൊരു കേജ്. ഹൃദയ ഓക്കെ ആണോ? ആൻഡ് ഹൃദയ ചെയ്യേണ്ടത് കുറച്ചുകൂടെ ദൂരോട്ട് നിന്നിട്ട് ഹൃദയ അവിടെ നിന്നുകൊണ്ട്